പോകും. ഇനി എല്ലാവരും എന്നെ കളിയാക്കും. മമ്മി അവർ പോയി എല്ലാവരോടും പറയും. കഴിഞ്ഞ പ്രാവശ്യം ഇവർ എൻ്റെ കൂടെ ഉണ്ട്, ഈ പ്രാവശ്യം ഇവർ എൻ്റെ കൂടെ പോകുന്നില്ലല്ലോ. മോളെ അവരെല്ലാം ആരാ? ഒരാൾ പുതിയ ആളുണ്ട്, അവനെ എനിക്കറിയില്ല. അവൻ ഈ കസിൻ എന്നങ്ങനെ പറയുന്നത്. അവന് സ്കൂളിൽ ചേരുന്നുണ്ടല്ലോ. ചേരുന്നതിന് മുമ്പേ തന്നെ ഞാൻ അവരുടെ മുമ്പിലെല്ലാം നാണം കെട്ട്. ഞാൻ ചോദിച്ചതിന് നീ മറുപടി എന്താ പറയാത്ത മോളെ? അതെ, ഒരു പെണ്ണ് സ്വീറ്റി, മറ്റേ പെണ്ണി നമുക്കറിയാലോ, നമ്മളെ വീട്ടിൽ ജോലി നിൽക്കുന്ന ജാനകിന്റെ മോളാ. പിന്നെ ആ മറ്റോന് ജെയിം. എന്റെ മോളെ കഴിച്ചത് ആരാണെങ്കിലും ഞാൻ അവർക്കൊരു പണി കൊടുത്തിരിക്കും. അതെ മമ്മി, എനിക്കും അവരോട് തീരാത്ത പകയാണ്. അവർ നിന്നെ മാത്രമല്ല മോളെ, എന്നെയും അപമാനിച്ചു. യെസ് മമ്മി, എനിക്ക് അവർക്കൊരു പണി കൊടുക്കണം. അവർ നന്നായി പഠിക്കുമെന്നുള്ള അഹങ്കാരമാണ് അവർക്ക്. പിന്നെ മോളെ, നിനക്ക് സ്കൂൾ തുറക്കുന്നല്ലേ, ഷോപ്പിങ്ങിന് പോകണ്ടേ? യെസ് മമ്മി, എനിക്ക് പോകണം. പോയാൽ മാത്രം പോരാ മമ്മി, നമ്മൾ ആ മാളിലുള്ള ഏറ്റവും വില കൂടിയ ബാഗ് തന്നെ എടുക്കണം. എന്നിട്ടത് കാണുന്നവരുടെ എല്ലാം കണ്ണു മഞ്ഞളിക്കണം. ഞാനായിരിക്കണം സ്കൂൾ തുറക്കുമ്പോൾ അവിടുത്തെ റാണി. ഞാനില്ലാതെ അവരാരും ആവരുത് അന്നത്തെ മെയിൻ. ഞാനായിരിക്കണം അന്നത്തെ മെയിൻ. ഏറ്റവും കൂടുതൽ വില കൂടിയ ഡ്രസ്സും ബാഗും എനിക്ക് വേണം. ഷുവർ മോളെ, ഇതിന് പകരമായി എത്ര പൈസ കൊടുത്താലും നിനക്ക് ഒരു അടിപൊളി ഡ്രസ്സും ബാഗും ഞാൻ വാങ്ങിച്ചു തരാം. ഇപ്പോൾ നമുക്ക് വീട്ടിൽ പോയി ഫ്രഷായി നേരെ പോകാം. യെസ് മമ്മി, വാ പോകാം. ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അത് മോശമാണ്. വാ പോകാം. ഈ പൊളിച്ചു മോനെ, അവക്കിട്ടൊരു അടിപൊളി മാപ്പിടി തന്നെ കൊടുത്തത്. അവൾക്കൊരു അടിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനി അടിൻ്റെ ആവശ്യമില്ല, അത്രയും നന്നായിട്ട് കൊണ്ടിരുന്നു അവൾക്ക്. താങ്ക് യു. ഞാനതൊന്നല്ല ആലോചിക്കുന്നത്. പിന്നെന്താ എടി, നീ മറന്നോ? നാളെ സ്കൂൾ തുറക്കുന്നല്ലേ, ബാഗെല്ലാം വാങ്ങണ്ടേ? അയ്യോ, മറന്നു പോയി. നമ്മൾ അടി കഴിയുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാവോ? നമുക്ക് ചോദിച്ചോക്കാം. ചോദിക്കാം. ഇങ്ങനെയെങ്കിൽ സോപ്പിടാം. ഇല്ലടാ, നീ എന്താ ആലോചിക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്താ ലാമി വരാണ്ടെന്നത്. അവൾക്കെന്താ കഴിയുന്നില്ലാന്ന് ഞാൻ പറഞ്ഞത്, മടിയായിരിക്കും. അതെല്ലാടെ നിൽക്കട്ടെ, നിങ്ങളെല്ലാം സമ്മതിപ്പിക്കണം. ഞാൻ പറയും നിങ്ങളുണ്ടെന്ന്, നിങ്ങൾ പറയും ഞങ്ങളുണ്ടെന്ന്. അങ്ങനെ എല്ലാം കൂടി നിങ്ങൾക്ക് വരാൻ പറ്റും, നമുക്കും വരാൻ പറ്റും. ഓക്കെ, എന്നാൽ ഞങ്ങൾ പോട്ടെ. എടി ലാമി, അമ്മ ഇവിടെ ഉണ്ട്, നീ ചോദിക്കും. നീ മറ്റേക്ക് ചോദിക്കാനല്ലോ, ചോദിക്കടി. പ്രത്യേകിച്ചൊന്നുമില്ല അമ്മേ. ഇല്ലാന്നല്ല, അതിവക്കെന്തോ പറയണം പോലും. നീയല്ലടി പറയാനോട് എനിക്കെന്തോ പറയാനുണ്ടെന്ന്. ഞാനൊരു കുറ്റൊന്നും പണിയില്ല, നീയല്ലേ പറയണെന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ പറയട്ടെ, മോൻ ചോദിക്കണ്ടേട്ടാ. ഹലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കുറെ നേരം തുടങ്ങിയിട്ട് റൂമൊന്നും എനിക്ക് സ്വയം തരില്ല. ഇനിയിപ്പോ കിച്ചണിൽ സ്വയം തരൂലേ? ഞാൻ അടങ്ങിയിരുന്ന പണിയും നിങ്ങൾക്ക് പിടിക്കുന്നില്ലേ? എന്നാ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോയിക്കോ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ചേച്ചി, അമ്മക്ക് ദേഷ്യം പിടിച്ച പിന്നെ അമ്മ വാങ്ങിച്ചു തരൂലേ? അതന്നെ എനിക്കും പറയാനുള്ളത്. ഹലോ, നിങ്ങളെ വർത്താനൊക്കെ എന്നെ കിടക്കൊന്ന് പറയൂ, എനിക്ക് കുറെ പണിയുണ്ട്. അത് പിന്നെ അമ്മ അത് ചിരിക്കും, എന്നല്ല നമ്മൾ പറയും. നിങ്ങളെ ചിരിപ്പിക്കാൻ വന്ന കാര്യം പറയാൻ പറഞ്ഞോ, നീ പറഞ്ഞിട്ട് ഓട്. അമ്മ ഞാൻ ദേഷ്യം പിടിക്കാണ് ശരിയല്ല, അമ്മ ചിരിക്കും, എന്നല്ല നമ്മൾ പറയും. ഈ കുട്ടികളുടെ ഒരു കാര്യം എന്തിനാ അമ്മ ചിരിക്ക് പ്ലീസ്. മതിയാ? ചിരി വേണ്ട അമ്മേ, മറ്റേ ചിരി മതി. ഇപ്പൊ മതിയാ? വാ, ഇപ്പൊ പോലെയിട്ടുണ്ട്. മതി സോപ്പിട്ട പറ അമ്മ. അതേന്നമ്മേ, സ്കൂളെല്ലാം തുറക്കുന്നല്ലേ? അങ്ങോട്ട് പറയുന്നു, ഞാൻ പറഞ്ഞോളാം. അമ്മേ, അത് പിന്നെ സ്കൂളെല്ലാം തുറക്കാൻ പോകല്ലേ? അതെ. അപ്പം ബാഗും ബുക്കൊന്നും വാങ്ങുന്നില്ലേ? ഇതായിരുന്നല്ലേ കാര്യം. എനിക്ക് തോന്നുന്നു മക്കള് കണ്ട് ഈ അടുക്കളന്റെ ഭാഗത്ത് ചുറ്റിപ്പറ്റി കളിക്കുമ്പോ എന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന്. എന്നാ ശരി, പോവാ. അമ്മ എപ്പാ പോവാ? ഇന്ന് തന്നെ പോവാം. എനിക്കറിയായിരുന്നു എന്റെ അമ്മ സമ്മതിക്കൂന്ന്, പക്ഷെ ഇന്ന് തന്നെ സമ്മതിക്കൂന്ന് അറിയില്ലായിരുന്നു. എന്തോന്നടി പെണ്ണേ ഇത്? എനിക്ക് ചെവിയില്ലെങ്കിൽ കമേലെ വിളിച്ചാ പോരെ? ചെവി പൊട്ടിപ്പോവല്ലോ. എനിക്ക് തന്നെ നീ എന്നെ വിളിച്ച എടീന്നോ? ഒരു പ്രാവശ്യം വിളിച്ചത് ശ്രമിച്ചു, നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നാ ചെയ്യുന്നത് എനിക്ക് തന്നെ പറയാൻ കഴിയില്ല. ഞാൻ കുറെ പ്രാവശ്യം വിളിക്കും. ഞാൻ ആന്റിനോട് ഞാൻ പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആന്റിനെ എവിടെയും കൊണ്ടുവന്നില്ല. എന്തോ നമ്മ ഇത്? പിന്നെ ഞാൻ എന്നാ പറയേണ്ടത്? എപ്പ നോക്കും അടിയായിരുന്നു പൊടിയിട്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകില്ല. അടിയെല്ലാം ഉറപ്പ് തന്നാൽ ഞാൻ രണ്ടാളെ കൊണ്ടുപോകാം. പിന്നെ
കൂട്ടിക്കോ, ഞാനായിട്ട് ഇനി പോകുന്നില്ല. എനിക്ക് വേറെ തന്നെ എടുക്കാന്ന് പറഞ്ഞിരുന്നത്. ഞാൻ വരുന്ന കണ്ടപ്പോൾ അവനക്ക് കൊടുക്കണമെന്ന് വാശി, അതാ. അതൊന്നും വേണ്ട ആന്റി. അയ്യോ അങ്ങനെയൊന്നല്ല ആന്റി, അത് ഞാൻ ആരുടെ പോവില്ല. കൊള്ളാലോ, ഞാൻ സാധാരണ പോക്കില്ലാത്തതാ, എന്താ പോയേ? തന്നെയാണ് നിന്റെ അനിയെ. അതോടെ ഞാൻ എങ്ങനെ പറഞ്ഞേ? എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നീയും ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയാ. ചില ആന്റിമാരുടെ അടുത്ത് മാത്രം പോകും, ചിലടുത്ത് പോകില്ല. അങ്ങനെ ഞാൻ വെറുതെ പറഞ്ഞാടാ, പോമെന്നൊന്ന് ചിരിക്കേ. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഞങ്ങളെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് ഞങ്ങളെ അറിയാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാലും ഞങ്ങൾ ഒന്നും കൂടി പരിചയപ്പെടുത്താം. ഞാൻ സ്വീറ്റി, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട സെയിം. പിന്നെ ഞാൻ ജെയിമിൻ്റെ കസിനാണ്. എൻ്റെ പേര് ലുവായ്.